പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ 16ാം ഭാഗമാണിത്. ഇതിന് ദേശീയതയുടെ കാപട്യം എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര്. ഈ എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. എൻ്റെ നാട് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ കണ്ടന്റിലേക്ക് കടക്കാം. ഇന്ത്യയിൽ നിന്നും പ്രാദേശികത്വവും ദേശീയതയും ജാതിയും മതവും ഒക്കെ അവതരിപ്പിച്ച് ജീവിക്കുന്ന ഹൈന്ദവ വൽക്കരണത്തിന് വേണ്ടി വാദിക്കുന്ന ഹൈന്ദവ ദേശീയവാദികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. നാം ഇന്ന് വിശ്വപൗരന്മാരാണെന്ന് ലോകം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്നും ഈ ദേശീയവാദികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യക്കാരിയായ കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വരെ മത്സരിക്കാൻ എത്തിയതെങ്ങനെയാണ്? അവർ മാനുഷികതയുടെ, അതായത് ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകൾ തകർത്ത് ദേശീയതയും വംശീയതയും പ്രാദേശികതയും നശിച്ച ഈ ലോകത്തിൻ്റെ നെറുകയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അവർ മാനുഷികതയുടെ മഹോന്നതമായ മൗഢോദാഹരണമായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വരെ മത്സരിക്കാനെത്തിയത്. അതിൻ്റെ അർത്ഥം നാമെല്ലാം മനുഷ്യരാണെന്നും മാനുഷികതയുടെ ഒറ്റ വംശീയതയിലാണ് നാമെല്ലാം ജീവിക്കുന്നതെന്നും മനസ്സിലാക്കാതെ അറിയാതെ ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികളെന്നും നിങ്ങൾ മുസ്ലിങ്ങൾ മക്കയിലേക്കും മദീനയിലേക്കും പൊയ്ക്കോണമെന്നും ഒക്കെ ആക്രോശിക്കുന്ന ഈ ഹിന്ദുത്വവാദികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നയിക്കുന്ന ഈ പള്ളികൾ മുഴുവൻ ഇടിച്ചു തകർത്ത് അമ്പലങ്ങൾ പണിത്, കോടികൾ ചിലവഴിച്ച് അമ്പലങ്ങൾ പണിത് സർക്കാർ ചെലവിൽ അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദേശീയ നേതാവായ പ്രധാനമന്ത്രി കുവൈറ്റിൽ പോയി കുവൈറ്റ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആതിഥ്യം സ്വീകരിച്ച് മൂക്കുമുട്ട വെട്ടി വിഴുങ്ങി അവിടുന്ന് പരമോന്നത ബഹുമതികളും സ്വീകരിക്കുന്നത് കണ്ണ് തുറന്ന് കണ്ട് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? ലജ്ജിക്കാൻ തോന്നുന്നില്ലേ? ഇനിയെങ്കിലും ഈ വംശഭ്രാന്ത് അവസാനിപ്പിക്കുന്നതിനും ഹൈന്ദവവൽക്കരണം ഒന്ന് അവസാനിപ്പിക്കുന്നതിനും ഹിന്ദുയിസം അവസാനിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾ ജാതീയ പിശാചുക്കളായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മാനവികതയുടെ ചെകുത്താന്മാരാണെന്ന് വിദേശികൾ പറഞ്ഞാൽ, മനുഷ്യർ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാനാവുമോ? ഈ കൊലപാതകങ്ങളും കൊലകളും കുരുതികളും രക്തച്ചൊരിച്ചിലുകളും അവസാനിപ്പിച്ച് വർഗീയ ഭ്രാന്തൊന്ന് അവസാനിപ്പിച്ചൂടെ? കഴിഞ്ഞ 1.5 കൊല്ലമായി മണിപ്പൂരിലെ വർഗീയ കലാപം ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ കൂട്ടത്തോടെ മാനഭംഗപ്പെടുത്തിയും അപമാനിച്ചും കൊന്നൊടുക്കിയ ശേഷം ബന്ദികളായി പിടിച്ചുകൊണ്ടുവരുന്ന, നഗ്നമായി നടത്തിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൽ ഹസ്താടനം നടത്തുന്ന കാട്ടാളന്മാരെ കണ്ട് ലോകം ഞെട്ടുന്നു. അവർ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ഇത്തരം ഈ വർഗീയ പിശാചുക്കളെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ പുച്ഛിച്ച് തള്ളുന്നു. അവരുടെ ആത്മാഭിമാനത്തെയാണ് ഇവർ മുറിവേൽപ്പിക്കുന്നത്. വിവേകവും ബുദ്ധിയുമുള്ള ഹിന്ദു ജനങ്ങൾ മുസ്ലിം ജനങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ പള്ളി ഒഴിച്ച് അവിടെ അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അമ്പലം പണിയുന്നവർ ഒന്നുകൂടി താഴോട്ട് കുഴിച്ചാൽ അവിടെ ബുദ്ധവിഹാരങ്ങളും ജൈനക്ഷേത്രങ്ങളും കുശാന ക്ഷേത്രങ്ങളുമൊക്കെ കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദികൾ ആരാണ്? ആര്യന്മാരുടെ കടന്നുകയറ്റത്തോടുകൂടി ഇവിടെ ബുദ്ധമതവും കുശാനമതവും ശാഖമതവും ഒക്കെ നഷ്ടപ്പെട്ട് ജൈനമതങ്ങളുമൊക്കെ ഇവിടെ ഇല്ലാതായി. ഈ കടന്നുകയറ്റത്തിനിടയിൽ എല്ലാം തകർത്തെറിഞ്ഞവർ ഇവർ
വർഗീയ ഭ്രാന്ത് ഇവിടെ വളർത്തി വോട്ട് ബാങ്കിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഈ വർഗീയത മുഴുവൻ ഇവിടെ അരങ്ങേറുമ്പോൾ അതിനെ സകലമാന ജാതി സകലമാന ഹിന്ദുജനങ്ങളും, കോടിക്കണക്കിന് ഹിന്ദുജനങ്ങൾ അതിനെ അപലപിക്കുമ്പോഴും പള്ളികൾ തകർത്ത് അമ്പലങ്ങൾ പണിതു കൂട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെപ്പോലും വിലക്കെടുത്ത് ജഡ്ജിമാരെ രാജ്യസഭാ മെമ്പർമാരാക്കിയും ഗവർണർമാരാക്കിയും അനുകൂലമായ വിധി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1859 ചാൾസ് ഡാർവിൻ്റെ ഓറിജിൻ ഓഫ് സ്പീഷ്യസ്, അതായത് പരിണാമ സിദ്ധാന്തം പുറത്തു വന്നതോടുകൂടി ഈ ലോകത്തെ മതങ്ങളും ദൈവങ്ങളുമെല്ലാം തകർന്നു വീണില്ലേ? ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്ത് കാണുന്ന സകലവിധ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ദൈവങ്ങളും മതങ്ങളുമല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി ലോകം അത് അംഗീകരിച്ചു. അതുകൊണ്ട് ഇനി നിങ്ങളുടെ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളുമൊക്കെ പരണത്ത് വെച്ചിരുന്നാൽ മതി. അതൊന്നും പുറത്തെടുക്കണ്ട, അതൊന്നും സത്യങ്ങളാണെന്ന് ലോകത്തോട് പറയരുത്. കാരണം അതൊക്കെ കെട്ടുകഥകളാണ്, മിത്തുകളാണ്. ശാസ്ത്രം അതൊന്നും അംഗീകരിക്കില്ല. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും കൂടുതൽ ഞാൻ പറയുന്നില്ല. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. പിതൃരക്ഷതി കൗമാരെ ഭർത്തരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അതായത് കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീയെ സംരക്ഷിക്കുമെന്നുള്ളതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ലെന്ന് പറഞ്ഞ് അമ്മയെയും പെങ്ങളെയും മകളെയും അടക്കം അമ്മ പെങ്ങന്മാരെയും മക്കളെയും അടിമകളാക്കി ഭരിച്ച ആ രാക്ഷസീയ പുരുഷകേന്ദ്രീകൃത വ്യവസ്ഥിതിക്ക് തിരശ്ശീല വീണ് കഴിഞ്ഞിരുന്നു. ആ വ്യവസ്ഥിതി തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഗോബ്രാഹ്മണ്യനഭ്യനമസ്തു നിത്യം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. അതായത് പശുക്കൾക്കും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കുമെന്ന ആന മണ്ടത്തരമൊന്നും ഇനി ലോകത്തോട് വിളിച്ചു പറയരുത്. കാരണം നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ലോക നേതാക്കളായ വ്ളാഡിമിർ പുടിനോടും ജോർജ് ബൈഡനോടും മറ്റ് ലോക നേതാക്കളോടുമൊക്കെ ഒപ്പം പോയിരിക്കുന്നത് എങ്ങനെ? എളിഞ്ഞിരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? അത് ചോദിക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അത്തരം ചിന്താഗതി ഇനിയും വെച്ചു പുലർത്തുന്ന അപകടകരമാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കപടദേശീയത അധികാരം കൈയടക്കാനും അത് നിലനിർത്താനും വേണ്ടിയുള്ളതാണെന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാർക്കറിയാം. കാരണം പരിണാമ സിദ്ധാന്തമനുസരിച്ച് ഇന്ത്യയിലോ യൂറോപ്പിലോ ഏഷ്യൻ രാജ്യങ്ങളിലോ ഒന്നും മനുഷ്യ പരിണാമ പ്രക്രിയ നടന്നിട്ടില്ലെന്നും ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായ മനുഷ്യൻ ലോകമാകെ പ്രവഹിക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പ്രാകൃതരാണ് ഇന്ത്യയെന്ന് ഇക്കൂട്ടർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതല്ലെങ്കിൽ ആര്യന്മാരെന്ന് അഭിമാനിക്കുന്ന ഇക്കൂട്ടർ 65,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ഇന്ത്യയിലേക്ക് മാനുഷിക കുടിയേറ്റം നടന്നിട്ടുണ്ടെന്നും അങ്ങനെ നിരവധി കാലഘട്ടങ്ങളിലായി നിരവധി ആദിവാസി സമൂഹങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ആധുനിക ലോകത്തെ രൂപപ്പെടുത്തിയ ചന്ദ്രഗുപ്ത മൗര്യരും അശോകനും ബുദ്ധനും ശേഷം അധികാരമോഹത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ചില സംഘടനകളും അതിൻ്റെ നേതാക്കളും ഉയർത്തിവിട്ട ഒരു ചരിത്രാഭാസമാണ് ഈ ഹിന്ദുയിസമെന്നും ഹൈന്ദവൽക്കരണമെന്നും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ലോകാനുഭവങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇറ്റലിയിലെ സ്വേച്ഛാധിപത്യം നടപ്പാക്കി മുസോളിനിയും ജർമ്മനിയിൽ സ്വേച്ഛാധിപത്യം നടപ്പാക്കിയ ഹിറ്റ്ലറെയും ഇന്ന് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലിട്ട് ലോകം ചവിട്ടിത്തേക്കുകയാണ്. അതുപോലെ നാളെ ഒരു കാലത്ത് ഭാരതത്തിലെ ഈ ഹൈന്ദവൽക്കരണത്തെയും ഹിന്ദുയിസത്തെയും ലോകത്തിൻ്റെ മുന്നിൽ ചവറുകൂനയിലിട്ട് ചവിട്ടിത്തേക്കുന്നൊരു കാലം വരുമെന്നും ഇറ്റലിയിലും
ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ മാനുഷിക മൂല്യമുള്ള ഒരു ജീവിത സംവിധാനം ഈ ഭാരതത്തിലുണ്ടാകുമെന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മതേതര മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അഴിമതിരഹിത ഭാരതത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ ആയുധങ്ങൾ ഉറയിലിട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് രാജ്യത്തെ മതേതരവൽക്കരണത്തിലും സമാധാനവൽക്കരണത്തിലൂടെയും മാനുഷികവൽക്കരണത്തിലൂടെയും നയിക്കാൻ നിങ്ങൾ ഹൈന്ദവവൽക്കരണത്തെ പരിണമിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ലോകമാകെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.